നൂൺ ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ എഡിറ്റ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ പേജ് നമ്പർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ്. ആദ്യം ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിക്കാം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഹെഡർ ആൻഡ് ഫൂട്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ പേജസിനകത്തും ഓതർ നെയിം, ടൈറ്റിൽ, അതുപോലെ ഡേറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡാറ്റ എല്ലാ പേജസിനകത്തും എനേബിൾ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഞാനൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെഡർ പറഞ്ഞൊരു സെക്ഷൻ എനേബിൾ ആവും, അതേപോലെ തന്നെ ഫൂട്ടർ പറഞ്ഞ സെക്ഷനും എനേബിൾ ആവുന്നതായിരിക്കും. ഇത് എനേബിൾ ആവുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഹെഡർ ആൻഡ് ഫൂട്ടർ പറഞ്ഞൊരു ടാബും എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് ഇനി ഹെഡർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓതർ നെയിമും കറണ്ട് ഡേറ്റും ആണ്. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ നൂറിന് ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറണ്ട് ഡേറ്റ് കൊടുക്കാം. എവിടെയെങ്കിലും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 100 ഇൻഫോടെക് 21/2025 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ നെക്സ്റ്റ് പേജിനകത്തും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് പേജ് എടുത്ത് നോക്കാം. നെക്സ്റ്റ് പേജിലും സെയിം ഡാറ്റാസ് തന്നെ നമുക്ക് അപ്പിയർ ആയി വരുന്നതായിരിക്കും. നമ്മൾ ഒരു തവണയെ സെറ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ നമുക്ക് എല്ലാ പേജിനകത്തും അത് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഫൂട്ടറും സെറ്റ് ചെയ്യാവുന്നതാണ്. ഫൂട്ടറിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും നോട്ട് കൊടുക്കാം. ഞാനൊരു താങ്ക് യു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ പോയി നോക്കിയാൽ ആ പേജിനകത്തൊക്കെ ആ താങ്ക് യു നോട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. ഇതിനകത്ത് പ്രീസെറ്റ് ആയിട്ടുള്ള ഹെഡേഴ്സും ഫൂട്ടേഴ്സും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിനകത്ത് ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹെഡർ ഫൂട്ടർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഹെഡറിലാണ് പ്രീസെറ്റ് ആയിട്ടുള്ള ഹെഡേഴ്സ് നോക്കുന്നത്. അപ്പോൾ ഈ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം കുറേ പ്രീസെറ്റ് ആയിട്ടുള്ള ഹെഡേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡിസൈൻ വരും. ഇതിൽ നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോ പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നൂറിന് ഇൻഫോടെക് എന്ന് പറഞ്ഞു. നമ്മൾ പ്രീസെറ്റ് ആയിട്ടുള്ള ഹെഡേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഹെഡേഴ്സ് റിമൂവ് ആയി പോകുന്നതായിരിക്കും. നൂറിന് ഇൻഫോടെക് എന്ന് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നൂറിന് ഇൻഫോടെക് പറയുന്നത് എല്ലാ പേജസിനകത്തും വരും. നമ്മൾ എത്ര പേജസിനകത്ത് ആഡ് ചെയ്യണം ആ പേജസിനകത്തൊക്കെ ഈ നൂറിന് ഇൻഫോടെക് പറയുന്ന ഹെഡർ അപ്പിയർ ആവുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഫൂട്ടറിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ടിൽ പോവുക, ഫൂട്ടർ സെലക്ട് ചെയ്യാം. ഇതിനകത്തും ഫൂട്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുത്ത്, അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫൂട്ടർ പോയി ഒരു പുതിയ ഫൂട്ടറാണ് ഇവിടെ വരുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ എല്ലാ പേജസിലും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫൂട്ടർ അവിടെ അപ്പിയർ ആയി വരുന്നതായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഹെഡർ ആൻഡ് ഫൂട്ടർ ആവശ്യമില്ല, അത് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ വീണ്ടും ഹെഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻസേർട്ടിനകത്ത് ഹെഡറാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഹെഡർ സെക്ഷനകത്ത് റിമൂവ് ഹെഡർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഹെഡർ റിമൂവ് ആയിരിക്കും. ഈ സമയം ഫൂട്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ടിനകത്ത് ഫൂട്ടറിൽ റിമൂവ് ഫൂട്ടർ കൊടുക്കാം. ഇനി അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഫൂട്ടർ കൊടുക്കാം. അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ഫൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഫൂട്ടർ അവിടെ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടർ ടാബിൽ വരുന്ന കുറച്ച് ഓപ്ഷനുകളാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് കാണാം ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതായത് നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള ഹെഡർ ഇതിനകത്ത് ആഡ് ചെയ്യാം, അതുപോലെ ഹെഡർ എഡിറ്റ് ചെയ്യാം, അതുപോലെ ഹെഡർ റിമൂവ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് ഹെഡർ യൂസ് ചെയ്യുന്നത്. ഫൂട്ടർ പറയുന്നത് നമ്മൾ നേരത്തെ സെയിം പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്തത്. സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പേജ് നമ്പർ ആണ്.
പേജ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെന്റിന്റെ എല്ലാ പേജിനകത്തും പേജ് നമ്പർ ആഡ് ചെയ്യാവുന്നതാണ്. പേജ് നമ്പറിൽ തന്നെ പല ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് ഓഫ് ദ പേജ്, ബോട്ടം ഓഫ് ദ പേജ്, പേജ് മാർജിൻ, കറന്റ് പൊസിഷൻ. അതായത് ടോപ്പ് ഓഫ് ദി പേജ് പറഞ്ഞാൽ നമ്മുടെ പേജിന്റെ ടോപ്പിൽ പേജ് നമ്പർ വരാനാണ്. അത് തന്നെ പല ഫോർമാറ്റ് ഉണ്ട്. നമുക്ക് ലെഫ്റ്റിൽ വരാം, സെന്ററിൽ വരാം, റൈറ്റിൽ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ ഒത്തിരി ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ ബോട്ടം ഓഫ് പേജ് പറഞ്ഞാൽ പേജിന്റെ ബോട്ടത്തിൽ പേജ് നമ്പർ പറഞ്ഞില്ല, അതിലും കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് പേജ് മാർജിനാണ്. അത് മാർജിനകത്ത് നമ്മുടെ പേജ് നമ്പർ സെറ്റ് ചെയ്യാനാണ്. അതിലും പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്താണ് കറന്റ് പൊസിഷൻ. കറന്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേഴ്സർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അതിൻ്റെ കറന്റ് പൊസിഷനിൽ പേജ് നമ്പർ എനേബിൾ ആയിട്ട് വരും. അതിൽ നമുക്ക് കുറേ ഫോർമാറ്റ്സ് ഉണ്ട്. അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹെഡർ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പേജ് നമ്പർ വന്നിട്ട് ടോപ്പ് ഓഫ് ദ പേജിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് എടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പേജ് 1 വന്നു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് പേജിൽ പേജ് 2 വരുന്ന നോക്കാം. പിന്നെ എൻ്റർ അടിച്ച് പോകുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 1 പോയിട്ട് 2 ആയി. ഇനി അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് 3 ആയി. പിന്നെ വരുന്നത് പേജ് 4. ഇങ്ങനെ നമുക്ക് എല്ലാ പേജിനകത്തും പേജ് നമ്പർ സെറ്റ് ചെയ്യാം. അതിന് തന്നെ അതിൻ്റെ ഡിസൈൻ തന്നെ പലതരം ഉണ്ട്. അത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫൂട്ടർ സെറ്റ് ചെയ്യാം. പേജ് നമ്പർ കൊടുക്കുക, ബോട്ടം ഓഫ് ദ പേജിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഫൂട്ടറിൽ കേഴ്സർ കൊണ്ടുവയ്ക്കണം. പേജ് നമ്പർ, ബോട്ടം ഓഫ് ദ പേജ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇതെടുക്കാം, സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് പേജിനകത്ത് 1 വന്നു, സെക്കൻഡ് പേജിൽ 2, തേർഡ് പേജിൽ 3, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പേജ് നമ്പർ സെറ്റ് ചെയ്യാം. ഇനി പേജ് നമ്പർ നമുക്ക് 1 മുതൽ വേണ്ട, ഇടയിലെ ഒരു നമ്പർ വെച്ചിട്ടാണ് വേണ്ടത് വെച്ചാൽ വീണ്ടും പേജ് നമ്പറിനകത്ത് ഫോർമാറ്റ് പേജ് നമ്പർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് സ്റ്റാർട്ട് അറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് നമ്പർ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5 കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ 5-ലായിരിക്കും അത് സ്റ്റാർട്ട് ആവേണ്ടത്. വേണ്ട, പേജ് 5 ആയി. ഹെഡറത്തെ പേജ് നമ്പർ മാറി, അതുപോലെ ഫൂട്ടറിലത്തെ പേജ് നമ്പർ മാറി. ഇനി ആ നമ്പറിൻ്റെ ശേഷമുള്ള നമ്പേഴ്സ് ആയിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് പേജ് നമ്പർ കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് റിമൂവ് പേജ് നമ്പറാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പേജ് നമ്പർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആ ഒരു പേജ് നമ്പർ റിമൂവ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നിന്ന് പേജ് നമ്പർ റിമൂവ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഇൻസേർട്ടിനകത്ത് ഡേറ്റ് ആൻഡ് ടൈം പറഞ്ഞ ഓപ്ഷൻ. ഇതെന്ന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കറൻറ്റ് ഡേറ്റും ടൈമും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏത് ഫോർമാറ്റിൽ വേണം നമുക്കത് വിസിബിൾ ആയിട്ട് വരാൻ ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോർമാറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ അവിടെ ഡേറ്റ് സെറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് പേജിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലായിരിക്കും ഹെഡർ സെറ്റ് ആയിരിക്കുന്നത്. പിന്നെ വരുന്നത് ഡോക്യുമെന്റ് ഇൻഫോ ആണ്. അത് നമുക്കിൻ്റെ ഈ ഒരു ഡോക്യുമെന്റ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് പിക്ചേഴ്സ് ആഡ് ചെയ്യാം, അതുപോലെ ഓൺലൈൻ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഈ പിക്ചേഴ്സ് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യാനാണ്. ഓൺലൈൻ പിക്ചേഴ്സ് പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും പിക്ചർ ഫൈൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണ് വെക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരാളിനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ഹെഡറിൽ ഒരു ഫോട്ടോ ആണ് വരുന്നത്, അത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് എല്ലാം സെറ്റ് ചെയ്യാം. ഫോട്ടോ അല്ലെങ്കിൽ പിക്ചേഴ്സ് ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ എല്ലാ പേജസിനും വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ എല്ലാ പേജസിനകത്തും ആ ഒരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഓതറിൻ്റെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇപ്പോൾ വേണ്ട വെച്ചാൽ ഹെഡറിൽ പോയിട്ട് അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്ഷൻസിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹെഡർ കൊടുത്തു. ഇപ്പോൾ നൂറണി ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ എല്ലാ പേജസിനകത്തും അത് അപ്പിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഫൂട്ടറിൽ വന്നിട്ട് ഫൂട്ടറിനകത്ത് ഒരു പേജ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പേജ് നമ്പർ ബോട്ടം ഓഫ് ദി പേജ് എടുക്കാം. പേജ് നമ്പർ ആഡ് ചെയ്യും. നമ്മൾ 5 മുതൽ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് അവിടെ 5 മുതൽ വരുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഫസ്റ്റ് പേജിനകത്ത്, ഈ ഒരു പേജിനകത്ത് ഹെഡറും ഫൂട്ടറും ഒന്നും ആവശ്യമില്ല. നമ്മുടെ സെക്കൻഡ് പേജ് മുതൽ ആ ഒരു ഹെഡറും ഫൂട്ടറും പേജ് നമ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി വെച്ചാൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് വരുന്നത്. ഇപ്പോൾ ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കവർ പേജ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ കവർ പേജിനകത്ത് നമുക്ക് ഇതുപോലെ ഹെഡർ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ ഫൂട്ടറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ സെക്കൻഡ് പേജ് മുതലായിരിക്കും പേജ് നമ്പറൊക്കെ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജിൽ ഈ ഒരു ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പേജിനകത്ത് ഹെഡറും ഫൂട്ടറും വന്നിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് ഹെഡർ. ഇതിനകത്ത് ഹെഡറും ഫൂട്ടറും ഒന്നും വന്നിട്ടുണ്ടാവില്ല. സെക്കൻഡ് പേജ് മുതലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത ഹെഡറും ഫൂട്ടേഴ്സൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് വെൽക്കം പറഞ്ഞിട്ട് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വെൽക്കം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പേജിൽ വെൽക്കം വരില്ല. അതിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത 100 ഇൻഫോടെക് ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ അതായത് ഫസ്റ്റ് പേജ് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഹെഡർ ആൻഡ് ഫൂട്ടർ വരാതെ ആ ഒരു പേജ് മാത്രം നമുക്ക് ഒഴിവാക്കി വിടാവുന്നതാണ്. അതിന് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്ന്. ഇനി ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൻ പേജ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഓഡ് പേജസ് ഒഴിവാക്കി വിട്ടിട്ട് ഈവൻ പേജസിൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ വരാം. അല്ലെങ്കിൽ ഈവൻ പേജസ് ഒഴിവാക്കിയിട്ട് ഓഡ് പേജസിൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹെഡർ ആൻഡ് ഫൂട്ടർ സെറ്റ് ആവുന്നതാണ്. പിന്നെ വരുന്നത് പൊസിഷനാണത്. ഹെഡർ ഫ്രം ടോപ്പ്, അതായത് ടോപ്പിൽ നിന്നും ഹെഡറിൻ്റെ പൊസിഷൻ ഇത് 1.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളത് കൂട്ടുന്നതനുസരിച്ചിട്ട് ഈ ഒരു സ്പേസ് കൂടിയിട്ടിരിക്കും. അതുപോലെ കുറയ്ക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഹെഡറിൽ നിന്നും ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ബോട്ടത്തിലും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മളിപ്പോൾ പഠിച്ച ട്യൂട്ടോറിയലിൻ്റെ ഒരു സമ്മറി പേജാണിത്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ആദ്യം പഠിച്ചത് ഹെഡറാണ്. ഹെഡർ പറയുന്നത് എല്ലാ പേജിൻ്റെയും ടോപ്പിൽ എന്ത് ഡോക്യുമെൻ്റ് അപ്പിയർ ചെയ്യണോ അത് കൊടുക്കാനുള്ള ഒരു സെക്ഷനാണ്. പിന്നെ പഠിച്ചത് ഫൂട്ടറാണ്. ഫൂട്ടർ പറയുന്നത് എല്ലാ പേജിനകത്തും ബോട്ടത്തിൽ എന്താണോ അപ്പിയർ ചെയ്യേണ്ടത് ആ ഒരു കണ്ടന്റ് കൊടുക്കേണ്ട സെക്ഷനാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഹെഡർ ആൻഡ് ഫൂട്ടർ ടാബാണ്. അതായത് ഈ ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ്, എഡിറ്റിംഗ് ഓപ്ഷൻസ് കാണാൻ കഴിയും. പിന്നെ അതിൽ വരുന്നത് പേജ് നമ്പർ ആഡ് ചെയ്യാനാണ്. നമുക്ക് എല്ലാ പേജസിനകത്തും പേജ് നമ്പർ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ആഡ് ചെയ്യാം. അതുപോലെ ഓൺലൈൻ പിക്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്.